Hi dearies, welcome back to my class. Good morning. We already completed the origin of speech theories of language. Now we are going to focus on the new topic, four modes of communication or skills for language or communication. Four modes of communication or four skills of language. Four skills of language or four skills of communication. That is the four modes of communication. In your textbook, speech and writing, two modes of communication. അതാണ് നിങ്ങളുടെ ടോപ്പിക്ക്. സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയണം. കാരണം ഫോർ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നാല് രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പഠിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഫോർ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദർ ആർ ഫോർ സ്കിൽസ് ഫോർ എനി ലാംഗ്വേജ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അല്ലേ, നിങ്ങൾക്കറിയാം LSRW എന്ന് നമ്മൾ പറയാറില്ല, ചുരുക്കിയിട്ട് പറയുക LSRW: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇതിൽ നമ്മൾ ലിസണിങ്ങിനെയും റീഡിങ്ങിനെയും റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് എന്നാണ് പറയുക. അതിന് വലിയ റിസ്ക് ഇല്ല. വി കനോട്ട് ടേക്ക് മോർ റിസ്ക്. അതിന് നമ്മൾ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് എന്ന് പറയുന്നത്. അതൊക്കെ ലിസണിങ്ങും റീഡിങ്ങും റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് ആണെന്നും സ്പീക്കിങ്ങും റൈറ്റിങ്ങും എന്താണ്, പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് ആണെന്നും മനസ്സിലാക്കുക. വൺസ് അഗെയിൻ, ദർ ആർ ഫോർ സ്കിൽസ് ഫോർ ലാംഗ്വേജ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇത് തന്നെയാണ് ഫോർ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും. മനസ്സിലായില്ലേ? അതിൽ നമ്മൾ ലിസണിങ്ങിനെയും റീഡിങ്ങിനെയും എന്താ പറയും, റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് എന്നും സ്പീക്കിങ്ങിനെയും റൈറ്റിങ്ങിനെയും നമ്മൾ എന്താ പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വി ഹാവ് ഡിസ്ക്രിപ്റ്റീവ് ഓർ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഓർ മോഡേൺ ഗ്രാമർ. രണ്ടായിട്ട് ഗ്രമറിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രിസ്ക്രിപ്റ്റീവ് ഓർ ട്രഡീഷണൽ, അങ്ങനെ തന്നെ ഓർത്ത് വെക്കണേ. പ്രിസ്ക്രിപ്റ്റീവ് ഓർ ട്രഡീഷണൽ ഗ്രാമർ, അതിന് റിട്ടേൺ ഫോമിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുക. രണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഓർ മോഡേൺ ഗ്രാമർ, സ്പോക്കൺ ഫോം ഈസ് പ്രൈമറി. ഗ്രാമറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു: പ്രിസ്ക്രിപ്റ്റീവ് ഓർ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഓർ മോഡേൺ ഗ്രാമർ. മനസ്സിലായില്ലേ? അതിൽ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രിസ്ക്രൈബ്ഡ് റൂൾസ് റെഗുലേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ റൂൾസ് റെഗുലേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നതിനാണ് പ്രിസ്ക്രിപ്റ്റീവ് ഓർ ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുക. അപ്പോൾ ട്രഡീഷണൽ ഗ്രമേറിയൻസ് എന്താണ്? ദ ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ഫോർ റിട്ടേൺ ഫോം. എന്താണോ എഴുതി വെച്ചത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ റൂൾസ് റെഗുലേഷനും ഫോളോ ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് മീ, ഇറ്റ് ഈസ് ഐ എന്നൊക്കെ പറയും. ഇപ്പം ഇറ്റ് ഈസ് മീ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഐ എന്നാൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണ് അല്ലേ? പക്ഷെ നമ്മൾ കൂടുതൽ എന്താ പറയുക, ഇറ്റ് ഈസ് ഐ ആണ്. പക്ഷേ ഗ്രാമാറ്റിക്കലി ശരി ഇറ്റ് ഈസ് മീ ആണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് മോഡേൺ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് സ്പോക്കൺ ഫോം ഈസ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് എന്തില്ല, ഫ്ലെക്സിബിൾ ആണ്. ലാംഗ്വേജ് സ്റ്റാറ്റിക് അല്ല, ഫ്ലെക്സിബിൾ ആണ്. സ്പോക്കൺ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. ഓക്കെ, അപ്പം പ്രിസ്ക്രിപ്റ്റീവും ട്രഡീഷണൽ ഗ്രാമറും ഒന്നാണ്, അത് റിട്ടേൺ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഡിസ്ക്രിപ്റ്റീവും മോഡേൺ ഗ്രാമറും ഒന്നാണ്, അത് സ്പോക്കൺ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്താ പറഞ്ഞത്? സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്, ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സ്പീച്ച് ആൻഡ് റൈറ്റിംഗും ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ: വിച്ച് വൺ ഈസ് emerge first, spoken language or written language? No doubt the speech form is originated first. Speech and writing are two basic manifestations of language as a means of communication. Both spoken and written form of language are equally important. No doubt we give much importance, same importance for spoken and written form. Spoken language may be defined as എന്താണ്, എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോഓപ്പറേറ്റ് വിത്ത് വൺ അനദർ. എന്താണ് നമുക്ക് സ്പോക്കൺ ലാംഗ്വേജ് ഒരു ചെറിയ ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ, സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ്. ആർബിട്രറി മീൻസ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ ടെമ്പററി നേച്ചർ ഓഫ് വോക്കൽ സിംബൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. നിങ്ങളങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഇൻ ഹ്യൂമൻ സ്പീച്ച്
വി മേക്ക് യൂസ് ഓഫ് വോക്കൽസ് ഓർഗൻസ് ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് ഡെഫിനിറ്റ് സൗണ്ട്സ്. നമുക്കറിയാം വോക്കൽ കോഡ്സ് നമ്മൾ വോക്കൽ ഓർഗൻസിനെയാണ് ഉപയോഗിക്കുന്നത് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ദീസ് സൗണ്ട്സ് വെൻ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ പാറ്റേൺ ഫോം എ വേർഡ് ഓഫ് എ ഗിവൺ ലാംഗ്വേജ്. ആ ഒരു സൗണ്ട്സിന് നമ്മൾ ഗിവൻ പാറ്റേണിൽ കൊടുക്കുമ്പോൾ അതിനൊരു മീനിങ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, വേർഡ് ലൈക്ക് ക്രോ employs a certain sequence of sounds which serve as a symbol for particular word which is the term stand for the given object we have in mind at the time of speaking. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ക്രോ എന്ന് പേര് പറയുമ്പോൾ നമ്മൾ സിഗ്നിഫയറും സിഗ്നിഫൈഡും പറഞ്ഞു. അപ്പോൾ ക്രോ എന്നുള്ള വേർഡ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ക്രോൻ്റെ ഇമേജ് വരുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ അതുകൂടെ വായിച്ചു തരാം. Crow employs certain sequence of sound which serve as a symbol for a particular word which in turn stand for a given object. ഒരു given objectനെ സ്റ്റാൻഡ് ചെയ്യുന്നു. we have in mind at the time of speaking. നമ്മൾ സംസാരിക്കുമ്പോൾ ക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ക്രോൻ്റെ ഇമേജ് വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് സ്പീച്ച്. ഓക്കെ, നെക്സ്റ്റ്, due to a variety of causes the sequence of sound used to express different ideas may vary gradually from time to time. അതിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. സ്പോക്കൺ ഫോം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഹെൻസ് ദ സ്പോക്കൺ ഫോം ഓഫ് any given language is liable to undergo changes and development in the course of its history. അത് കീപ്പ് ഇൻ മൈൻഡ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ് പോയിന്റ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സ്പോക്കൺ ഫോം ഓഫ് എനി ഗിവൺ ലാംഗ്വേജ് ഈസ് ലയബിൾ ടു അണ്ടർഗോ ചേഞ്ചസ്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, അല്ലെങ്കിൽ ചേഞ്ചസിന് വിധേയമാകും. ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ദാറ്റ് ഈസ് വൈ ലാംഗ്വേജ് ഈസ് സെറ്റ് ടു ബി ഇൻ എ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് മീൻസ് അണ്ടർഗോ ചേഞ്ചസിന് വിധേയമാകുന്നതിനാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയും, ഫ്ലെക്സിബിൾ എന്ന് പറയും. ദാറ്റ് ഈസ് വൈ ലാംഗ്വേജ് ഈസ് സെറ്റ് ടു ബി എ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്സ് മീൻസ് നോട്ട് എ സ്റ്റാറ്റിക്, ഡൈനാമിക് വേണമെങ്കിൽ പറയാം. ലാംഗ്വേജ് ഈസ് ഡൈനാമിക്. ഒരു ടേം പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ഈസ് ഡൈനാമിക്. അപ്പോൾ നമുക്ക് സ്പോക്കൺ ഫോം എപ്പോഴും ഡൈനാമിക് ആണ്. ഫസ്റ്റ് ഫോം ഓഫ് ലാംഗ്വേജ് ശരിക്കും എന്താണ്? സ്പോക്കൺ ഫോം. നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് തുടങ്ങിയാണ്. ഇപ്പം വായ അടക്കൂലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റിലെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയതാണ്. സ്പോക്കൺ ഫോം ഈസ് ഒറിജിനേറ്റഡ് ഫസ്റ്റ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് റിട്ടൺ ഫോം ഓഫ് ലാംഗ്വേജ് ഓൾവേസ് കം ലേറ്റർ ദാൻ ദ സ്പോക്കൺ ഫോം. നമുക്കറിയാം പിന്നെ വന്നതാണ്. റിട്ടൺ ഫോം ഓഫ് ലാംഗ്വേജ് ഇംപ്ലൈസ് ദാറ്റ് യൂസിങ് ഓഫ് സർട്ടൺ സിമ്പിൾസ് ഫോർ ദ സ്പീച്ച് സൗണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? റിട്ടൺ ഫോം എന്താണ്? ഇംപ്ലൈസ് ദ യൂസിങ് ഓഫ് സർട്ടൺ സിമ്പിൾ ഫോർ സ്പീച്ച് സൗണ്ട്. സ്പീച്ച് സൗണ്ടിൽ ഇപ്പം ഞാൻ എന്താണ് ഒരു വാക്ക് ഇപ്പം മദർ എന്ന് പറയുമ്പോൾ അതിന് MOTHER എന്ന് ഞാൻ എഴുതുകയാണ് അല്ലേ, ഇംഗ്ലീഷിൽ മദർ എന്ന് എഴുതുമ്പോൾ. അപ്പോൾ അതാണ് റിട്ടേൺ ഫോം. എന്താണ്? റിട്ടേൺ ഫോം ഓഫ് ലാംഗ്വേജ് ഇംപ്ലൈസ് ദാറ്റ് യൂസിങ് ഓഫ് സർട്ടൺ സിമ്പിൾ ഫോർ ദ സ്പീച്ച് സൗണ്ട്. സ്പീച്ച് സൗണ്ട്സിൽ നമ്മൾ സിമ്പിൾസ് വെച്ച് എഴുതുന്ന ഫോണിറ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. വൈൽ ദ സ്പോക്കൺ ഫോം ഓഫ് എ വേർഡ് ഈസ് എ സിമ്പിൾ ഓഫ് ദ തിങ് റെഫേർഡ് ടു ബൈ ദ വേർഡ്. എന്ത്? വൈൽ ദ സ്പോക്കൺ ഫോം ഓഫ് എ വേർഡ് ഈസ് എ സിമ്പിൾ ഓഫ് തിങ്സ് റെഫേർഡ് ടു ബൈ ദാറ്റ് വേർഡ്. നമ്മൾ സ്പോക്കൺ ഫോം എന്ന സിമ്പിൾ ഓഫ് ദ തിങ് റെഫേർഡ് ബൈ ദ വേർഡ്, ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സ്പോക്കൺ ഫോം. ദ റിട്ടേൺ ഫോം ഈസ് എ സിമ്പിൾ ഓഫ് ദ സ്പോക്കൺ ഫോം. റിട്ടേൺ ഫോമും സ്പോക്കൺ ഫോമിൻ്റെ സിമ്പിളാണ്. സ്പോക്കൺ ഫോം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഇമേജാണ് വരിക. Therefore, the written form may be conceived as a symbol of symbols. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഫോമിൽ നമ്മൾ സിമ്പിൾ ഓഫ് സിമ്പിൾസ് എന്ന് പറയുന്നു. മീൻസ് ആദ്യമേ ഇപ്പോൾ ഞാനൊരു വേർഡ് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഇമേജ് വരുന്നു, ഒരു സിമ്പിൾ വരുന്നു. ആ സിമ്പിളിന് നമ്മൾ ആ ഒരു ഇമേജിന് ഞാൻ പിന്നെ സിമ്പിളൈസ് ചെയ്ത്, അപ്പോൾ അതെന്താണ്? റിട്ടേൺ ഫോം എന്താണ്? കൺസീവ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് എ സിമ്പിൾ. സിമ്പിളിൻ്റെ സിമ്പിളാണ്. മീൻസ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്നു, അതിനെ പിന്നെ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് എഴുതി വെക്കുന്നു. അപ്പോൾ അത് സിമ്പിൾ ഓഫ് സിമ്പിളായിട്ട് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് റിട്ടേൺ ഫോമിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സ്പോക്കൺ ഫോമിനാണ് കൊടുക്കേണ്ടത്. അതാണ് മോഡേൺ ഗ്രമറിയൻസ് സ്പോക്കൺ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ ഗ്രമേറിയനും മോഡേൺ ഗ്രമേറിയനും തമ്മിൽ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ട്രഡീഷണൽ ഗ്രമേറിയൻസ് ഹാഡ് എ ജനറൽ ടെൻഡൻസി ടു റിഗാർഡ് ദ സ്പോക്കൺ ഫോം ആസ് ഇൻഫീരിയർ ടു ദ റിട്ടേൺ ഫോം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? റിട്ടേൺ ഫോം ഈസ് സുപ്പീരിയർ. റിട്ടേൺ ഫോമാണ് സുപ്പീരിയർ. ദ മെയ്ഡ് ഓൾ ദെയർ ഒബ്സർവേഷൻ ഓൺ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ദി റിട്ടേൺ ഫോം. അവരെല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തത് റിട്ടേൺ ഫോമിലാണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പ്രിസ്ക്രിപ്റ്റീവ്, അത് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചതാണ്. റിട്ടേൺ ഫോമാണ് ഇമ്പോർട്ടൻറ്റ്. Most of the rules of traditional grammar which are prescriptive in nature means prescribe ചെയ്ത് വെച്ചതാണ് and based on written language. അത് written languageൽ based ആണ്. They attach a priority to writing. They consider that language of literature written by
socially accepted writers should be the model for all language study. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ റിട്ടൺ ബൈ ദ സോഷ്യലി ആക്സെപ്റ്റഡ് റൈറ്റർ ഷുഡ് ബി ദ മോഡൽ ഫോർ ഓൾ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ അവർ പറയും ഇപ്പം മിൽട്ടൺ അല്ലെങ്കിൽ ഷേക്സ്പിയർ ഉപയോഗിച്ച ലാംഗ്വേജ് തന്നെ എല്ലാവരും ഉപയോഗിച്ചാൽ മതി, ആ റിട്ടേൺ ഫോമാണ് ശരി എന്ന് പറയുന്നതാണ് ആര്? ട്രഡീഷണൽ ഗ്രമാരിയൻസ്. ഒരു ചേഞ്ചിന് അവർ വിധേയമാവാത്ത ലാറ്റിൻ റൂൾസൊക്കെ ഇംഗ്ലീഷിൻ്റെ റൂൾസ് അവർ ലാറ്റിൻ ലാംഗ്വേജിൻ്റെ റൂൾസിന് സെയിം ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലോപ്പാണ് എന്ത് ട്രഡീഷണൽ ഗ്രമാരിയൻസ്. ഓക്കെ, മനസ്സിലായില്ലേ? അവർ പറഞ്ഞത് ഒന്നുകൂടെ വായിച്ചു തരാം ആ ഒരു സെൻറ്റൻസ്. ദേ കൺസിഡർ ദാറ്റ് ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ, പോയട്രി എന്നാണ്, റിട്ടൺ ബൈ ദ സോഷ്യലി ആക്സെപ്റ്റഡ് റൈറ്റേഴ്സ്, സമൂഹം അംഗീകരിച്ച റൈറ്റേഴ്സിൻ്റെ ലാംഗ്വേജ് എന്താണ്? ഷുഡ് ബി ദ മോഡൽ ഫോർ ഓൾ ലാംഗ്വേജ് സ്റ്റഡി. നമുക്ക് ലാംഗ്വേജ് സ്റ്റഡിക്ക് അവരുടെ ഭാഷ മാത്രം എടുത്താൽ എല്ലാ ഭാഷയും അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് ട്രഡീഷണൽ ഗ്രമേറിയൻസ്. Modern linguists or modern grammarians argues that speech is primary, writing is only secondary. Speech ആണ് primary, writing is secondary. The written form is only a symbol of the symbols, hence it is removed from the things referred to. അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ആ തിങ്സിൽ നിന്ന് റിമൂവ്ഡ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സ്പോക്കൺ ഫോം. അതുകൊണ്ട് തന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇൻ സം കേസസ് ദർ ഈസ് 1-to-1 correspondence between speech and writing. But in a number of areas, there is no neat 1-to-1 correspondence between unit of speech and unit of writing. അങ്ങനെ പെട്ടെന്ന് എന്താണ് വാട്ടർ ടൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് പഠിച്ചത്. 4 സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിന് ആക്റ്റീവ് സ്കിൽസും പാസീവ് അല്ലെങ്കിൽ റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്കിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ട്രഡീഷണൽ ഗ്രമാറിയനും മോഡേൺ ഗ്രമാറിയൻസും ആണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, അത് സ്റ്റാറ്റിക് ആണ്, അതുപോലെ പ്രിസ്ക്രൈബ്ഡ് റൂൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? റിട്ടൺ ഫോമിനാണ്. ദെൻ മോഡേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് മാറ്റങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. അവർ എന്താണ് സ്പോക്കൺ ഫോമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. I hope you all understand what I said in the class. Let me conclude today's class. Thank you.